പ്രണയിക്കുന്നവർ വായിക്കാതെ പോകരുത്. ശരീരത്തെക്കാളേറെ രണ്ടു ആത്മാവിന്റെ കൂടിച്ചേരലുകൾ. അതാണല്ലോ വിവാഹം. പരസ്പരം താഴ്ന്നു കൊടുക്കുന്നതിലൂടെ ഉയരങ്ങളിലെത്തുന്നതാണ് ദാമ്പത്യം. ലോകത്തിൽ നിന്നും വിസ്മൃതികൾ മാത്രമാണ് സ്നേഹം സമ്മാനിച്ചതെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തുടർന്നു വായിക്കരുത്. കാരണം ഇതൊരു നായകന്റെ കഥയാണ്. കൗമാരക്കാരനല്ല, ചുറുചുറുക്കുള്ള യൗവനവുമല്ല, പ്രായം 50 പിന്നിട്ടിരിക്കുന്നു. ബീഹാറിലെ സുന്ദരമായൊരു ഗ്രാമത്തിലായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. കൂടെയുള്ള ഭാര്യ മാത്രമാണ് അയാളുടെ ലോകം. ഒരിക്കൽ ജോലി ചെയ്യുന്നതിനിടയിൽ അയാളുടെ ഭാര്യ ഉയരത്തിൽ നിന്നും വീണുപോയി. പരിക്കേറ്റു, ഗുരുതരമാണ്. അടുത്തുള്ള ഗ്രാമത്തിലെ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ 50 കിലോമീറ്ററെങ്കിലും സഞ്ചരിക്കണം. വേഗത്തിൽ എത്തിപ്പെടണമെങ്കിൽ മുൻപിലെ വിലങ്ങുതടിയായ ആ വലിയ മല കയറണം. അതിന് തനിക്ക് കഴിയില്ല. ഒടുവിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ അയാളുടെ ഭാര്യ മരിച്ചിരുന്നു. ദുഃഖം താങ്ങാനാവാതെ ഏകനായി അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഒരിക്കൽ കയ്യിലൊരു കമ്പിയും കൊട്ടയുമായി അയാൾ മല കയറുന്നതു കണ്ട നാട്ടുകാർ അയാളെ പിന്തുടർന്നു. ചെന്നു നോക്കിയപ്പോൾ കണ്ടത് പൊരുവെയിലിൽ കമ്പിയുമായി പാറ തുരയ്ക്കുന്ന കാഴ്ച. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, എന്റെ ഭാര്യയുടെ മരണത്തിനു കാരണം ഈ മലയാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ എനിക്കവളെ നേരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നു. അവൾ മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ മല നിരത്തി ഞാനിവിടെ ഒരു വഴിയുണ്ടാക്കും. അതുകേട്ട നാട്ടുകാർ ചിരിച്ചുകൊണ്ട് ആ മലയിറങ്ങി. 50 വയസ്സായ ഒരാൾ ഇത്രയും വലിയൊരു മല, അതും വെറും ഒരു കമ്പി കൊണ്ട്. നാട്ടുകാരുടെ പരിഹാസത്തിലും അയാൾ തളർന്നില്ല. ഓരോ തളർച്ചയിലും തന്നെ താങ്ങി നിർത്തിയ കരങ്ങളെ ഇല്ലാതാക്കിയത് ഈ മലയാണ്. നാട്ടുകാരുടെ പരിഹാസം ചെവി കൊള്ളാതെ അയാൾ ജോലി തുടർന്നു. നീണ്ട 22 വർഷങ്ങൾ. ഇരവിലും പകലിലും തന്റെ സഖിയുടെ ഓർമ്മകൾ ക്ഷയിച്ചു തുടങ്ങിയ കൈകൾക്ക് തളർച്ചയിൽ കരുത്തു നൽകി. അവസാനം തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായ ആ മല അയാൾ സ്വന്തം കാൽക്കീഴിലാക്കിയത് അത്ഭുതത്തോടെയാണ് ലോകം കണ്ടുനിന്നത്. 360 അടി ഉയരമുള്ള ആ മലയിൽ നീണ്ട 22 വർഷത്തെ പ്രയത്നം കൊണ്ട് 110 മീറ്റർ നീളത്തിൽ റോഡ് പണിതു. അതുവഴി 55 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പട്ടണത്തിലേക്കുള്ള വഴി വെറും 15 കിലോമീറ്ററായി കുറച്ചു. മുൻപ് പരിഹസിച്ചവർ ഉപഹാരങ്ങളും കൊട്ടും കുഴൽവിളിയുമായി തലയിലേക്ക് നടന്നപ്പോഴും തന്റെ പ്രണയിനിക്കായി ഇത്രയെങ്കിലും ചെയ്ത നിർവൃതിയുണ്ടായിരിക്കണം ആ മനുഷ്യന്റെ ഉള്ളിൽ. അതുകൊണ്ടാവണം ഗവൺമെന്റ് സമ്മാനമായി നൽകിയ വീടിനുള്ള സ്ഥലം പോലും അയാൾ നാടിനുപകരിച്ച ആശുപത്രിയാക്കി മാറ്റിയത്. ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ കാലം നീതി കാണിക്കാതെ പോയ ആ മഹാരഥന്റെ പേര് മാഞ്ചി. മുഴുവൻ പേര് ദശരഥ് മാഞ്ചി. ഇന്ത്യയുടെ മൗണ്ടൻ മാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാഞ്ചി 2007 ഓഗസ്റ്റ് 17 ഈ ലോകത്തോട് വിട പറഞ്ഞു. ക്യാൻസർ ആയിരുന്നു മരണത്തിന്റെ കാരണം. മറന്നു പോകരുത്. പ്രണയിനിയുടെ ഓർമ്മയ്ക്കായി താജ്മഹൽ കെട്ടിയവർ മാത്രമല്ല, തന്റെ പ്രാണന്റെ മരണത്തിനു കാരണമായ ഒരു പർവ്വതത്തെ ഒറ്റയ്ക്കു നീണ്ട 22 വർഷത്തെ പ്രയത്നത്തിലൂടെ സഞ്ചാരപാതയാക്കിയവനും നമുക്കിടയിലുള്ളവനായിരുന്നു. കമല സുരയ്യയുടെ വാക്കുകൾ അടമെടുക്കുന്നു. ചരിത്രം രാജാക്കന്മാരുടെയും യുദ്ധം ചെയ്തവരുടെയും മാത്രം കഥയല്ല, സ്നേഹിക്കുന്നവരുടെയും കഥയാണോ? അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കമന്റ് ചെയ്യണേ.